So in the present lecture we are dealing with photoelectric effect. The photoelectric effect was first discovered by Heinrich Hertz in 1887 while performing an experiment for the production of electromagnetic waves by spark discharge. അപ്പോൾ സ്പാർക്ക് ഡിസ്ചാർജ് ഉപയോഗിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്താണ് ആക്സിഡൻ്റലായിട്ട് ആര് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടത്? ഹെൻറിച്ച് ഹെർട്സ് കണ്ടത്. ദാറ്റ് വാസ് ഇൻ ദ ഇയർ 1887. അപ്പോൾ he observed that sparks occurred very rapidly in the air gap of his transmitter when ultraviolet light is incident on one of the metal plates. അപ്പോൾ മെറ്റൽ പ്ലേറ്റിൽ അൾട്രാവയലറ്റ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് കണ്ടു? അതായത് എയർ ഗ്യാപ്പിൽ ധാരാളമായിട്ട് സ്പാർക്സ് ഉണ്ടാകുന്നതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഫിനോമിനെ പറ്റി എക്സ്പ്ലനേഷനൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഫിനോമിനയാണ് പിൽക്കാലത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് അറിയപ്പെട്ടത്. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. when a beam of light of sufficiently high frequency hits a clean metal surface then the light will cause electrons to leave the surface. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സഫിഷ്യൻറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ബീം ഓഫ് ലൈറ്റ് ഒരു ക്ലീൻ മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ കണ്ടത്? ഇലക്ട്രോൺസ് സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അതിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് ഇലക്ട്രോൺസ് പോകുന്നതായിട്ടാണ് കണ്ടത്. That is when the electrons leave the surface of the metal they have a certain kinetic energy. അല്ലെ, ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഒരു certain kinetic എനർജിയോടെയാണ് അത് പുറത്തോട്ട് പോകുന്നത്. But it was not the intensity of the light that increased this kinetic energy but rather the frequency of the light. അപ്പോൾ ഈ കൈനറ്റിക് എനർജി, അതായത് പുറത്തേക്ക് പോയ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റുമായിട്ടല്ല ബന്ധം, പിന്നെ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്? ഫ്രീക്വൻസി ആയിട്ടാണ് ബന്ധം എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അസംഷൻസ് അനുസരിച്ച് കൈനറ്റിക് എനർജി കൂടണമെങ്കിൽ എന്ത് കൂടണം? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടണം. അതായത് ധാരാളം ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് അങ്ങോട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കൂടും. അല്ലെ, ഇൻക്രീസ്ഡ് കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും പുറത്തേക്ക് എമിറ്റ് ചെയ്യുക എന്നാണ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അസംഷൻസ്. പക്ഷേ അങ്ങനെയല്ല, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്? പുറത്ത് കൈനറ്റിക് എനർജി കൂടുന്നത്, ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് അനലോഗസ് ടു കളർ ഓർ എനർജി. അപ്പോൾ കളർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയാം, എനർജി എന്ന് പറയാം. ഇതെല്ലാം എന്താണ്? ഫ്രീക്വൻസിക്ക് അനലോഗസ് ആണ്. അപ്പോൾ അതുമായിട്ടുള്ള വേരിയേഷൻസിലാണ് അതിൻ്റെയൊക്കെ വേരിയേഷൻസിലാണ് എന്തുണ്ടാകുന്നത്? കൈനറ്റിക് എനർജി കൂടുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ടോപ്പ് റൈറ്റ് മോസ്റ്റിൽ ഞാനൊരു ഫിഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ദാറ്റ് ഇസ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോ ഇൻട്രാക്ട്സ് വിത്ത് ആൻ ഇന്നർ ഓർബിറ്റൽ ദാറ്റ് ഇസ് K or L ഷെൽ ഇലക്ട്രോൺ ഗിവിങ് ഓൾ ഓഫ് ഇറ്റ്സ് എനർജി ടു ദ ഇലക്ട്രോൺ ഇജക്റ്റിംഗ് ഇറ്റ് ഫ്രം ദ ഓർബിറ്റ്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്ത് ചെയ്യും? ഇന്നർ ഓർബിറ്റൽ അല്ല K ഷെല്ലിൽ അല്ലെ L ഷെല്ലിലെ ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ മുഴുവൻ എനർജി ആർക്ക് കൊടുക്കും? ഇലക്ട്രോണിന് കൊടുക്കും. അങ്ങനെ അതിനെ ആ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും. ഇൻ ഡ്യൂ കോഴ്സിൽ ഫോട്ടോൺ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യും. അല്ലേ, ആ ഡ്യൂ കോഴ്സിൽ ഫോട്ടോൺ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇജക്റ്റഡ് ഇലക്ട്രോണിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഫോട്ടോ ഇലക്ട്രോൺ ദാറ്റ് ഇമ്പാർട്സ് ദ ആറ്റം വിത്ത് ആൻ എനർജി ഈക്വൽ ടു ദ എക്സസ് ഇമ്പാർട്ടഡ് ബൈ ദ ഫോട്ടോൺ. അപ്പം ഈ എക്സസ് എനർജി അങ്ങോട്ട് കൊടുത്ത് ഇമ്പാർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇജക്റ്റഡ് ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ദർ ഇസ് എ വേക്കൻസി ഇൻ ദ ഇന്നർ ഓർബിറ്റൽ ഷെൽ. അപ്പോൾ ഈ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇന്നർ ഓർബിറ്റലിൽ ഒരു അതായത് K or L ഷെല്ലിൽ എന്ത് ചെയ്യും? അതിനകത്ത് ഒരു വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസിയെ ഫില്ല് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഔട്ടർ ഓർബിറ്റൽ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോകും. അല്ലേ, ദാറ്റ് മീൻസ് ആൻ ഔട്ടർ ഓർബിറ്റൽ ഷെൽ ഇലക്ട്രോൺ വിൽ മൂവ് ടു ഓർ ഡ്രോപ്പ് ടു ദിസ് വോയിഡ്. അതിനെ നമ്മൾ സാധാരണ ഈ ഇലക്ട്രോൺ പോയ സ്പേസിനെ നമ്മൾ വോയിഡ് എന്നാണ് പറയുക. അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ എന്ത് ചെയ്യും? എക്സസ് എനർജി പുറത്തേക്ക് ഒരു സെക്കൻഡറി ഫോട്ടോണായിട്ട് ഇജക്റ്റ് ചെയ്യും. അപ്പം ഹയർ ഷെല്ലിൽ നിന്ന് എന്ത് ചെയ്യും? തൊട്ടടുത്ത ഷെല്ലിലേക്ക്, തൊട്ട് താഴത്തെ ഷെല്ലിലേക്ക് ഇത് ഫോൾ ചെയ്യുന്ന സമയത്ത് എക്സസ് എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? പുറത്തേക്ക് എമിറ്റ് ചെയ്യും. കാരണം കൂടുതൽ എനർജറ്റിക് ഇലക്ട്രോൺ ആയിരിക്കും മുകളിലിരിക്കുന്നത്. അപ്പോൾ അത് താഴേക്ക് വരുന്ന സമയത്ത് അത്ര എനർജി അതിന് ആവശ്യമില്ല. അപ്പോൾ എക്സസ് എനർജി എന്ത് ചെയ്യും? ഒരു ഫോട്ടോണായിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അപ്പോൾ ആ ഫോട്ടോണും നേരത്തെ ഇൻസിഡൻറ്റ് ചെയ്ത ഫോട്ടോണായിട്ട് ബന്ധമൊന്നുമില്ല. രണ്ടും രണ്ടാണ് കേട്ടോ, രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ഫസ്റ്റ് ഫിഗറിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കീ ഫിനോമിനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഇലക്ട്രോൺ വന്ന് ഹിറ്റ് ചെയ്യുകയും ഫോട്ടോൺ വന്ന് ഹിറ്റ് ചെയ്യുകയും മുഴുവൻ ഫോട്ടോൺ അബ്സോർബ് ചെയ്യപ്പെടുകയും അതുവഴി ഇലക്ട്രോൺ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ ഫിനോമിനയാണ് നമ്മൾ സാധാരണ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ തിയറി. Classical theory predicts that the total amount of energy in a light wave increases as the light intensity increases. അപ്പോൾ അതായത് ക്ലാസിക്കൽ തിയറിയുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ലൈറ്റ് വേവ് എങ്ങനെയാണ് കൂടുക? ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുമ്പോഴാണെന്നാണ് ക്ലാസിക്കൽ തിയറി അസ്യൂം ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ദ മോർ ഇൻറ്റൻസ് ദ ലൈറ്റ് ദ മോർ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ ഹാവ് വെൻ ദേ ഫ്ലൈ ഓഫ് ദ പ്ലേറ്റ്. അപ്പോൾ കൂടുതൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് കൂടുതൽ എനർജി കിട്ടുകയും അത് പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് ക്ലാസിക്കൽ അസംഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ വേവ്സ് ഓഫ് എനി ഫ്രീക്വൻസി ക്യാൻ നോക്ക് ഇലക്ട്രോൺസ് ഫ്രീ. അപ്പോൾ ഏത് ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് അങ്ങോട്ട് ഹിറ്റ് ചെയ്താലും
ഇലക്ട്രോൺസിനെ ഫ്രീ ആയിട്ട് ഇജക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ക്ലാസിക്കൽ തിയറി അസ്യൂം ചെയ്ത് വെച്ചിരുന്നത്. അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് എ ത്രെഷോൾഡ് ഫ്രീക്വൻസി, ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി കഴിഞ്ഞാൽ ഈ ഫിനോമിന ഉണ്ടാവുള്ളൂ സാധാരണ. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റൻസ് ഓഫ് എ ത്രെഷോൾഡ് ഫ്രീക്വൻസി കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ക്ലാസിക്കൽ തിയറി. അങ്ങനെ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ക്ലാസിക്കൽ തിയറിക്ക് കഴിഞ്ഞില്ല. അതുപോലെ ക്ലാസിക്കൽ തിയറി would predict that for extremely low light intensities a long time would elapse before any one electron could obtain sufficient energy to escape. അപ്പോൾ അതായിരുന്നു ക്ലാസിക്കൽ തിയറിയുടെ മറ്റൊരു പ്രശ്നം. ക്ലാസിക്കൽ തിയറി കൺസിഡർ ചെയ്തത് എങ്ങനെയാണ്? വളരെ ലോ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റാണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ നേരം എന്തിരിക്കണം, കാത്തു നിൽക്കണം അല്ലേ, വളരെ സമയം ഇലാപ്സ് ചെയ്യും, അതായത് കൂടുതൽ ടൈം ഡിലേ, ഒരു ടൈം ഡിലേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാകത്തുള്ളൂ? ഒരു ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും ഒരു ലോങ് ടൈം ഇലാപ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് ആര് കണക്കാക്കി വെച്ചിരുന്നത്? ക്ലാസിക്കൽ തിയറി കണക്കാക്കിയത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ലൈറ്റ് അങ്ങോട്ട് ഫോളോ ചെയ്ത് ആ നിമിഷം തന്നെ എന്തുണ്ടാകും? ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്ത് തുടങ്ങും. അല്ലാതെ അവിടെ ഒരു ടൈം ഇലാപ്സ് ഒന്നുമില്ല. അപ്പോൾ ഇനി എക്സ്ട്രീംലി ലോ ലൈറ്റ് ആയാലും ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇജക്റ്റ് ചെയ്യിക്കാൻ കഴിയും. അപ്പോൾ ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഈ അസംഷൻസ് ഒക്കെയാണ് ക്ലാസിക്കൽ തിയറി വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷേ അതെല്ലാം പിൽക്കാലത്ത് എക്സ്പെരിമെൻറ്റേഷനിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ഈസ് ദ മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. അപ്പോൾ അടുത്ത ഇലക്ട്രോൺ എമിഷൻ്റെ മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഹിയർ ഐ കൺസിഡർ 4 ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോൺ എമിഷൻ മെത്തേഡ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ തെർമയോണിക് എമിഷൻ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെർമയോണിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹീറ്റ് വഴി അല്ലേ. തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റാണ്. അപ്പോൾ ഹീറ്റ് വഴി ഉണ്ടാകുന്ന എമിഷനാണ് നമ്മൾ തെർമയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് അലൗസ് ഇലക്ട്രോൺസ് ടു ഗെയിൻ ഇനഫ് എനർജി ടു എസ്കേപ്പ്. ദാറ്റ് ഈസ് തെർമയോണിക് എമിഷൻ. അപ്പോൾ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് കൂടുതൽ എനർജി കിട്ടുകയും അതായത് കൂടുതൽ എനർജറ്റിക് ഇലക്ട്രോൺസ് ആയിട്ട് മാറുകയും അത് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ തെർമയോണിക് എമിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ സെക്കൻഡറി എമിഷൻ. ഹിയർ ദ ഇലക്ട്രോൺ ഗെയിൻസ് ഇനഫ് എനർജി ബൈ ട്രാൻസ്ഫർ ഫ്രം അനദർ ഹൈ സ്പീഡ് പാർട്ടിക്കിൾ ദാറ്റ് സ്ട്രൈക്സ് ദ മെറ്റീരിയൽ ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ പുറത്തുനിന്ന് ഹൈ സ്പീഡിൽ വരുന്ന ഒരു പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുന്ന ആ എനർജി സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് എമിറ്റ് ചെയ്യുക, സെക്കൻഡറി ആയിട്ട് എമിറ്റ് ചെയ്യുക. സാധാരണ സെക്കൻഡറി എമിഷനിൽ ഇലക്ട്രോൺ ആണ് പ്രൈമറി എമിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് തന്നെയാണ് അല്ലെ. പ്രൈമറി ആയിട്ട് ഹിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് വഴി ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വീണ്ടും മെറ്റൽ പ്ലേറ്റിലെ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെക്കൻഡറി എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ഫീൽഡ് എമിഷൻ. ഹിയർ എ സ്ട്രോങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കുഡ് പുൾ ദ ഇലക്ട്രോൺ ഔട്ട് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ മെറ്റീരിയലിൽ നിന്ന് പുൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. That is, incident light or electromagnetic radiation shining on the material transfers energy to the electrons, allowing them to escape. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യും? മെറ്റീരിയൽ സർഫസിൽ ഷൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതുവഴി എനർജി അബ്സോർബ് ചെയ്യുകയും അതുവഴി പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിനെയാണ്, അങ്ങനെ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് അറിയപ്പെടുന്നത്. ദിസ് ഇസ് ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു വാക്യൂം ട്യൂബിലാണ് നമ്മൾ എമിറ്ററും കളക്ടറും വെച്ചിരിക്കുന്നത് കേട്ടോ. എമിറ്ററും കളക്ടറും വെച്ചിരിക്കുക. എമിറ്ററിലേക്കാണ് എന്ത് ഫോളോ ചെയ്യുന്നത്? ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോളോ ചെയ്യുന്നത്. അതായത് കാത്തോഡിലേക്ക് എന്ത് ചെയ്യും? ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അതെല്ലാം എന്ത് ചെയ്യും? ഒരു ആനോഡ് സ്വീകരിക്കുന്ന ആനോഡിനെയാണ് നമ്മൾ കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടുന്ന് പുറത്തേക്ക് പ്രവഹിക്കുകയും അത് എല്ലാം ആനോഡിൽ എത്തുക, അതായത് കളക്ടറിൽ എത്തുകയും ചെയ്യും. അതുവഴി എന്ത് ചെയ്യും? ഒരു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡെവലപ്പ് ചെയ്യും സർക്യൂട്ടിൽ. അപ്പോൾ ആ സർക്യൂട്ടിൽ നമ്മൾ എന്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററി, റിയോസ്റ്റാറ്റും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കാണാം? അമ്മീറ്ററിലും വോൾട്ട്മീറ്ററിലും ഒക്കെ ഡിഫ്ലക്ഷൻസ് കാണാം. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാറ്ററി വേണേൽ ചാർജ് ചെയ്യാം അല്ലേ. ബാറ്ററി ക്യാൻ ബി ചാർജ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ എക്സ്പെരിമെൻ്റ് പ്രോസസ് നടക്കുന്നത് എവിടെയാണ്? ഒരു വാക്യൂം ട്യൂബിനകത്താണ് നടക്കുക. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ് എവിടെയാണ് ഫോളോ ചെയ്യുന്നത്? ഒരു എമിറ്ററിൽ ഫോളോ ചെയ്യും. അതുവഴി പുറത്തേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യും. ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ കളക്ട് ചെയ്യും, ഒരു കളക്ടറിൽ കളക്ട് ചെയ്യും. അപ്പോൾ അതുവഴി ഒരു ഇൻസൈഡിലൊരു കറണ്ട് സെറ്റപ്പ് ചെയ്യും. ദാറ്റ് കറണ്ട് ഈസ് കാൾഡ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിന് ശേഷം നമ്മൾ ധാരാളം ഒബ്സർവേഷൻസ് കണ്ടു. ഒബ്സർവേഷൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദ കൈനറ്റിക് എനർജീസ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് കണ്ടു. അത് പല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് ഹീറ്റ് ചെയ്തെങ്കിലും അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയിൽ വ്യത്യാസമൊന്നും കാണാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജീസ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോൺസ് ഫോർ എ ഗിവൺ എമിറ്റിംഗ് മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ്. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ പല ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഹിറ്റ് ചെയ്യും.
അപ്പോൾ അതിന് ഓരോ മെറ്റീരിയലിനനുസരിച്ച് എന്ത് കാണാൻ പറ്റും നമുക്ക് കളക്ടറിൽ വെച്ച് എമിറ്ററിൽ നമ്മൾ ഓരോ മെറ്റീരിയലായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, പല ഫ്രീക്വൻസിക്കാണ് ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഓരോന്നിനും ഓരോ വർക്ക് ഫംഗ്ഷൻസും ഉണ്ടാവും. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഇനി പറയാം. അപ്പോൾ ദ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ് ഹവർ ദർ നമ്പർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് produced is proportional to the intensity of light, but maximum kinetic energy is proportional to the frequency of the light. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ kinetic energy എന്തിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്, ഫ്രീക്വൻസിക്കാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. മീൻ വൈൽ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്, ഇൻറ്റൻസിറ്റി ആയിട്ടാണ് പ്രൊപ്പോർഷണൽ ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ് ഈസ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ആൾമോസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി ഫോളോയിങ് ദ ഇലൂമിനേഷൻ ഓഫ് ദ ഫോട്ടോ കാഥോഡ്. അപ്പോൾ ഫോട്ടോ കാഥോഡ് ഇവിടെ ഇലൂമിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും, ഇൻസ്റ്റൻസിൽ തന്നെ ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. Next is the smaller the work function of the emitter material, the smaller is the threshold frequency. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കുറയുന്നതനുസരിച്ച് നമുക്ക് കാണാം ത്രെഷോൾഡ് ഫ്രീക്വൻസിയും കുറയും. So there is a clear dependence of the light that can eject photoelectrons, where work function is the energy required to just dislodge the electrons. Work function എന്ന് പറയുന്നത് that is the energy required to just dislodge the electrons. അതായത് ഒരു ഓർബിറ്റൽ ഇലക്ട്രോണിനെ ഫ്രീ ഇലക്ട്രോൺ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കൊടുക്കുന്ന എനർജിയാണ് ജസ്റ്റ് ഡിസ്ലോഡ് ചെയ്യിക്കാൻ എടുക്കുന്ന ആ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ത്രെഷോൾഡ് ഫ്രീക്വൻസിയും കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നമ്മൾ ഒബ്സർവേഷൻസ് ആയിട്ട് കണ്ടത്. സോ അപ്പോൾ അതിൻ്റെ രണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇനിയുള്ളത്. രണ്ട് ഗ്രാഫുകളായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളെ. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഈ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് ആർ ഹെൽഡ് കോൺസ്റ്റൻറ്റ്, photoelectric current is proportional to the light intensity. അപ്പോൾ ഫ്രീക്വൻസിയും വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി കഴിഞ്ഞാൽ അവിടെ തന്നെ വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ നമുക്ക് എന്ത് കാണാം, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും എന്തിനനുസരിച്ച്, ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച്. സോ ഇറ്റ് ഈസ് എ ലീനിയർ ഡിപ്പെൻഡൻസ് അല്ലേ, ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും, വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. അതുപോലെ നെക്സ്റ്റ് ഈസ് ദ ഇഫ് യു പ്ലോട്ട് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് വേഴ്സസ് ദ ഫ്രീക്വൻസി. അപ്പോൾ കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓർ എ ത്രെഷോൾഡ് ഫ്രീക്വൻസി എക്സിസ്റ്റ്. നമുക്ക് കാണാം F0 എന്ന് പറഞ്ഞൊരു ത്രെഷോൾഡ് ഫ്രീക്വൻസി എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് പുറകിൽ ആ ഫ്രീക്വൻസിയേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ എന്തുണ്ടാകുന്നില്ല, എമിഷനൊന്നും നടക്കില്ല. ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ആദ്യം AG, അതായത് സിൽവർ എടുക്കുക. സിൽവർ എടുക്കുമ്പോൾ F0 എന്ന് പറയുന്നതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകോട്ടുള്ള വാല്യൂസിലൊന്നും എന്തുണ്ടാകത്തില്ല, ഒരു എമിഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ മിനിമം ഫ്രീക്വൻസി F0 കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ഒരു എമിഷൻ ഉണ്ടാകത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെ പുറകോട്ട് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് y ആക്സിൽ ടച്ച് ചെയ്യുന്ന ആ സ്ഥലമാണ് നമ്മൾ y ഇൻ്റർസെപ്റ്റ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഗിവൺ ആസ് -y. അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഈസ് ടേക്കൺ ആസ് h. അപ്പോൾ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതാണ് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഡിഫറെൻറ്റ് മെറ്റൽസിന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തത് ലിഥിയം, അതുപോലെ സീഷ്യത്തിനൊക്കെ വരുമ്പോൾ F0 കുറഞ്ഞാണ് വരിക അല്ലെ, അതിനനുസരിച്ച് എന്ത് ചെയ്യും, വർക്ക് ഫംഗ്ഷനും കുറവായിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. സ്മോളർ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ എമിറ്റർ മെറ്റീരിയൽ, സ്മോളർ ഈസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് ദാറ്റ് ക്യാൻ ഇജക്ട് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ഇങ്ങോട്ട് F0 കുറയുന്നതനുസരിച്ച് നമുക്ക് കാണാം വർക്ക് ഫംഗ്ഷനും കുറയും അല്ലേ, ഫൈ എന്ന് പറയുന്നതും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് ഗ്രാഫുകളും പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഗ്രാഫുകളും. അടുത്ത ടിപ്പിക്കൽ വാല്യൂസ് ഓഫ് ദ വർക്ക് ഫംഗ്ഷൻ ഫോർ സം കോമൺ മെറ്റൽസ്. അപ്പോൾ ചില കോമൺ മെറ്റൽസിൻ്റെ വർക്ക് ഫംഗ്ഷനാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോഡിയം, അലൂമിനിയം, ലെഡ്, സിങ്ക്, അയൺ, കോപ്പർ, സിൽവർ ആൻഡ് പ്ലാറ്റിനം. അപ്പോൾ നമുക്ക് കാണാം സോഡിയം ഇങ്ങോട്ട് വരുമ്പോൾ കൂടിയാണ് വരുന്നത് അല്ലേ. സോഡിയത്തിന് 2.46 ആണെങ്കിൽ അലൂമിനിയത്തിന് 4.08 ആണ്. അതിങ്ങനെ കൂടി അവസാനം പ്ലാറ്റിനത്തിലെത്തുമ്പോൾ 6.35 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണാം അത്ര ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണാം വർക്ക് ഫംഗ്ഷൻ എന്താണ്, ഓരോ മെറ്റൽസിനും ഓരോന്നാണ്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ പൊട്ടാസ്യത്തിൻ്റെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഇലക്ട്രോൺ വോൾട്ടാണ് അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ താഴെയാണ് ആദ്യം ഹിറ്റ് ചെയ്യുന്നത്. അതായത് 700 nm വേവ് ലെങ്തുള്ള 1.77 ഇലക്ട്രോൺ വോൾട്ടുള്ള ഒരു റേഡിയേഷൻ പറ്റി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇലക്ട്രോൺസ് ഒന്നും പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ത് വേണം, 2 ഇലക്ട്രോൺ വോൾട്ടെങ്കിലും വേണം. ഇവിടെ 1.77 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യിക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്തായിട്ട് 700 nm വേവ് ലെങ്ത് കുറച്ച് 550 nm ആക്കി. അപ്പോൾ എനർജി കൂടി 2.25 ഇലക്ട്രോൺ വോൾട്ടായി. അപ്പം ഈ ത്രെഷോൾഡായി 2 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലായി. അപ്പം പുറത്തേക്ക് ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം വിത്ത് എ വെലോസിറ്റി ഓഫ് 2.96 × 10⁵. അടുത്ത കേസിൽ ഞാൻ വീണ്ടും വേവ് ലെങ്ത് കുറച്ച് 400 nm ആക്കി. അതിനനുസരിച്ച് എനർജി പിന്നെയും കൂടി 3.1 ഇലക്ട്രോൺ വോൾട്ടായിട്ട് കൂടി. അപ്പം വെലോസിറ്റി വീണ്ടും കൂടി 6.22 × 10⁵ ആയിട്ട് കൂടി. നേരത്തെ 2.96 ആയിരുന്നു, ഇപ്പോൾ 6.22 ആയിട്ട് കൂടി. അപ്പോൾ അതാണ്
വർക്ക് ഫംഗ്ഷനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. നെക്സ്റ്റ് റോബർട്ട് മില്ലിക്കൻ ഫർദർ ഇൻവെസ്റ്റിഗേറ്റഡ് യൂസിങ് ദ ഫോളോയിങ് സെറ്റപ്പ്. അപ്പോൾ ഈ റോബർട്ട് മില്ലിക്കൻ ഈ ഐൻസ്റ്റീൻ്റെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തിയറിയായിട്ട് അത്രത്തോളം അതുമായിട്ട് അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട്, അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് ആദ്യം റോബർട്ട് മില്ലിക്കൻ ധരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം ഇതിനെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ആണ് ഉപയോഗിച്ചത്. ഹി യൂസ്ഡ് എ വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ടു ക്രിയേറ്റ് ആൻ ഒപ്പോസിങ് കറണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോട്ടോ കറണ്ട് എന്ന് പറയുന്ന IP അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിനെ ഒപ്പോസ് ചെയ്ത് I എന്ന് പറഞ്ഞ വേറൊരു കറണ്ട് കൂടെ അദ്ദേഹം സെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ വേരിയബിൾ വോൾട്ടേജ് സോഴ്സിനായിട്ട് അദ്ദേഹം റിയോസ്റ്റാറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് സെറ്റപ്പ് ചെയ്തു. ഹി ക്രിയേറ്റഡ് ആൻ ഒപ്പോസിങ് കറണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. വോൾട്ടേജ് ഈസ് അഡ്ജസ്റ്റഡ് ടു മേക്ക് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് സീറോ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്യൂട്ടിലെ കറണ്ട് സീറോ ആക്കി വെക്കാം. അപ്പോൾ ആ വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇസ് നോൺ ആസ് എ സ്റ്റോപ്പിംഗ് ഓർ എക്സ്റ്റിങ്ഷൻ വോൾട്ടേജ് ഓർ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റിങ്ഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് വോൾട്ടേജ് എന്ന് പറയാം. ആ സ്റ്റോപ്പിംഗ് വോൾട്ടേജിലാണ് എന്തുണ്ടാകുന്നത്, കറണ്ട് ഈ സർക്യൂട്ടിൽ സീറോ ആയിട്ട് മാറും. അതായത് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാതാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് വെൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ്, ഫോട്ടോ ഇലക്ട്രോൺ കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺ എന്ത് ചെയ്യും, റെസ്റ്റിലേക്ക് എത്തും. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറും. അപ്പോൾ കൺസർവേഷൻ അനുസരിച്ച് നമുക്കറിയാം സീറോ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ വിൽ ബി ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ എനർജി EV0 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ സീറോ ആയതുകൊണ്ട് പിന്നെ കൈനറ്റിക് എനർജി ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സ് എന്ന് നമുക്ക് അതിനെടുക്കാം. മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV0 എന്ന് കിട്ടും. മൈനസ് EV0 അപ്പുറം സൈഡിൽ കൊണ്ടുപോകുമ്പോൾ പ്ലസ് EV0 ആയിട്ട് മാറും. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സ് വിൽ ബി ഈക്വൽ ടു ദ EV0 എടുക്കാം. That is, in the presence of the stopping potential, the largest kinetic energy, that is the kinetic energy max that a photoelectron can have, is its initial kinetic energy, which it has at the surface of the photoelectrode. അപ്പോൾ അതിൻ്റെ സർഫസിലുള്ള ആ kinetic energy കാണും. അതാണ് ഇനിഷ്യൽ kinetic energy എന്ന് പറഞ്ഞാൽ. അതായിരിക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന മാക്സിമം kinetic energy എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി അദ്ദേഹം കണ്ടെത്തിയ ഗ്രാഫുകളാണ് ഇനിയുള്ളത്. So he observed that stopping voltage stays the same regardless of the intensity of the light source. അപ്പോൾ ലൈറ്റ് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്താലും എന്ത് മാറുന്നില്ല, സ്റ്റോപ്പിംഗ് വോൾട്ടേജ് മാറുന്നില്ല എന്ന് അദ്ദേഹം കണ്ടു. ഇവിടെ -V0 എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം I1 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ലൈറ്റാണ് ഹിറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ മാഗ്നിറ്റ്യൂഡുള്ള IP എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡുള്ള ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം, ഈ കറണ്ട് കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ വാല്യൂ ആകുമ്പോൾ സീറോ ആവും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് സർക്യൂട്ടിലെ കറണ്ട് സീറോ ആക്കി മാറ്റിയ ആ വോൾട്ടേജിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഇൻറ്റൻസിറ്റി വേറെ I2 ഈസ് ഗ്രേറ്റർ ദാൻ I1. I1നേക്കാൾ കൂടിയ അടുത്ത ഇൻറ്റൻസിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഹൈ ഫോട്ടോ കറണ്ടാണ് ഫ്ലോ ചെയ്തത്. പക്ഷേ അവിടെയും നമ്മൾ എന്ത് ചെയ്യും, ഈ -V0 എന്ന് പറഞ്ഞാൽ അതേ വാല്യൂവിനെ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി, ദ കറണ്ട് റെഡ്യൂസസ് ടു സീറോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്റ്റോപ്പിംഗ് വോൾട്ടേജ് അതും ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് സോഴ്സുമായിട്ട് ബന്ധമൊന്നുമില്ല അല്ലേ. അത് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് വിൽ റിമെയിൻ ദ സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് സോഴ്സ് എന്ന് പറയാം. അതുപോലെ നമുക്ക് ഇതും പറയാം, ഇൻക്രീസ് ഇൻ കറണ്ട് ഈസ് ഡ്യൂ ടു ദ മോർ ഇലക്ട്രോൺസ് ബീങ് എമിറ്റഡ് അല്ലേ. കറണ്ട് ഇവിടെ കൂടിയ എന്തുകൊണ്ടാണ്, ഇവിടെ ആദ്യം I1 ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കറണ്ടല്ല രണ്ടാമത് അല്ലേ, കുറച്ചുകൂടെ ഹയർ ഫോട്ടോ കറണ്ടാണ് ഉണ്ടായത്. ദാറ്റ് ഈസ് ഡ്യൂ ടു മോർ ഇലക്ട്രോൺസ് ബീങ് എമിറ്റഡ്. കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തതുകൊണ്ടാണ് എന്തുണ്ടായത്, കറണ്ട് കൂടിയത്. അതുപോലെ അടുത്ത ഗ്രാഫ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇഫ് ഈ കീപ് ഫോട്ടോ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് വരച്ചിട്ട് ഫോട്ടോ കറണ്ടും അപ്ലൈഡ് വോൾട്ടേജുമായിട്ടുള്ള ഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഹിയർ വി കൺസിഡർ ദ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി ആയിട്ടുള്ള ബന്ധമാണ് നമ്മളിവിടെ എടുക്കുന്നത്. വി ക്യാൻ സീ ദാറ്റ് ദ എക്സ്റ്റൻഷൻ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് സോഴ്സ്. അപ്പോൾ എക്സ്റ്റൻഷൻ വോൾട്ടേജ് ഏതുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഫ്രീക്വൻസി ആയിട്ടാണ് ബന്ധമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് പല ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിന് പല എക്സ്റ്റൻഷൻ വോൾട്ടേജുകളാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഇസ് ഫോർ F1 നമുക്ക് V01 അതുപോലെ F2 V02 F3 V03 എന്ന് പറഞ്ഞ് 3 എക്സ്റ്റൻഷൻ വോൾട്ടേജുകൾ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ F1 ഈസ് ഗ്രേറ്റർ ദാൻ F2 ഈസ് ഗ്രേറ്റർ ദാൻ F3. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണാം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോട്ടോ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. പക്ഷേ അത് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണാം, അത് സീറോ ആകുന്നത് പല പൊട്ടൻഷ്യലുകളിലാണ് സീറോ ആയിട്ട് വരിക. So for a constant photo intensity it is seen that the extension voltage will different for different frequencies നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഗ്രാഫുകൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. So next is the Einstein's explanation for the photoelectric effect.
അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Einstein suggested that the electromagnetic radiation field is quantized into particles called photons. Each photon has the energy quantum E is equal to hf, where f is the frequency of the light and h is the Planck's constant. So the photon travels at the speed of light in a vacuum and its wavelength is given by lambda f is equal to c. Now the conservation of energy says that energy before, that is the energy of the photon, will be equal to the energy after, that is the energy of the electron. So energy of the photon നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? It is represented as hf, which will be equal to 5 plus kinetic energy. That 5 is the work function and kinetic energy is the kinetic energy എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ kinetic energy ആണ്, kinetic energy of the electron. എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ kinetic energy ആണ് ഞാൻ k എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. hf will be equal to 5 plus ke. ടോട്ടൽ എനർജി ആരാണ് കൊടുക്കുന്നത്? ഫോട്ടോൺ ആണ് കൊടുക്കുന്നത്. ഇതിനൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഒന്ന് വർക്ക് ഫംഗ്ഷനും രണ്ടാമത് kinetic എനർജിക്കുമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. kinetic energy നമുക്ക് വേണമെങ്കിൽ ഹാഫ് mv² max എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5 plus half mv² max, where 5 is the work function of the metal എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽസ് മെഷേർഡ് ഇൻ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആർ ദ ഓപ്പോസിംഗ് പൊട്ടൻഷ്യൽസ്. അപ്പോൾ നീഡഡ് ടു സ്റ്റോപ്പ് ദ മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺസ്. സോ നമ്മൾ EV0 എന്ന് പറഞ്ഞ ഒരു പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? അതിനെ ഹാഫ് mv² മാക്സുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. EV0 is equal to half mv² max. The stopping potential is linearly proportional to the frequency of light with a linear slope h, says the same Planck's constant. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം EV0 is equal to h2 minus phi0 എന്ന് എടുക്കാം. അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V0 will be equal to h by e into nu minus phi0 by e എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇത് y is equal to mx plus e യുടെ ഫോമിലാണ്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? h by e ആണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? h by e ആയിരിക്കും. അതുപോലെ y ഇൻ്റർസെപ്റ്റ് ആണ് phi0 by e എന്ന് പറയുന്നത്, c എന്ന് പറയുന്നത്. അതാണ് മൈനസ് phi0 by e ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് വിൽ ബി ദ y ഇൻ്റർസെപ്റ്റ്. സോ ഇത് നമുക്ക് എന്തെന്ന് പറയാം? V0 ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് പറയാം. ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ന്യൂ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? hf മൈനസ് ഫൈ കുഡ് ബി റിട്ടൺ ആസ് hf മൈനസ് hf0 എന്ന് എടുക്കാം. ഫൈ കുഡ് ബി റിട്ടൺ ആസ് hf0. അപ്പോൾ h പുറത്തേക്ക് എടുത്താൽ നമുക്ക് എങ്ങനെ എടുക്കാം? f മൈനസ് f0 നമുക്ക് എടുക്കാം. അപ്പോൾ എന്നിട്ട് നേരത്തെ എഴുതിയ ഈ കൈനറ്റിക് എനർജിക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് mv² max is equal to h into f മൈനസ് f0 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മൂന്ന് കേസുകൾ നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് വൺ ഈസ് ദ hf ഈസ് ലെസ് ദാൻ hf0. hf ഈസ് ലെസ് ദാൻ hf0 ആകുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് നെഗറ്റീവ് അല്ലേ. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആയിരിക്കും, കാരണം വർക്ക് ഫംഗ്ഷൻ ആവശ്യമുള്ള എനർജി ഇവിടെ ഇല്ല. വർക്ക് ഫംഗ്ഷനാണ് കൂടുതൽ, അത്രയും എനർജി ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി നെഗറ്റീവായിട്ടാണ് കിട്ടുക. അപ്പോൾ ദെയർഫോർ നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അസാധ്യമായിരിക്കും. നെക്സ്റ്റ് ഈസ് ദ കേസ് വെൻ hf ഈസ് ഈക്വൽ ടു hf0. then kinetic energy is 0. that is emission is just about to begin അല്ലേ. വർക്ക് ഫംഗ്ഷൻ്റെ അത്രയെങ്കിലും കൊടുക്കുന്ന സമയത്ത് പുറത്തേക്ക് ഡിസ്ലോഡ് ചെയ്യും, പക്ഷേ എമിഷൻ നടക്കത്തില്ല. kinetic energy 0 ആയിരിക്കും. ദാറ്റ് ഈസ് എമിഷൻ ഈസ് ജസ്റ്റ് അബൌട്ട് ടു ബിഗിൻ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് hf ഈസ് ഗ്രേറ്റർ ദാൻ hf0. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷനേക്കാൾ വളരെ കൂടുതലുള്ള ഒരു ലൈറ്റ് വേവ് ആണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ഫോട്ടോൺ ആണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? hf എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ hf0 ആയിരിക്കും. വേർ kinetic energy is positive, that is photo electric emission takes place. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് പറയാം. Photon is having the sufficient energy greater than hf0. That is the condition. Then kinetic energy is positive, that is photoelectric emission takes place. അപ്പോൾ അങ്ങനെ മൂന്ന് കണ്ടീഷനാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. That is the energy is absorbed and released in quanta as photons, not continuously. കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് ആയ ഫോട്ടോൺസ് ആയിട്ടാണ് എനർജി അബ്സോർബ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുക. The energy of a photon depends only on its frequency, which is the frequency of the radiation. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ആയിട്ടായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. അറ്റ് ദ സർഫസ് ദ എൻ്റയർ എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ട്രാൻസ്ഫേർഡ് ടു വൺ ഫോട്ടോ ഇലക്ട്രോൺ അല്ലേ. എൻ്റയർ എനർജി ഓഫ് ഫോട്ടോൺ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ ആയിട്ടാണ്. അതിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയും. ലൈറ്റ് ഇൻറ്റൻസിറ്റി കറസ്പോണ്ട്സ് ടു ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് അറൈവിംഗ് അറ്റ് ദ മെറ്റൽ സർഫസ് പെർ യൂണിറ്റ് ടൈം. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഫോട്ടോൺസ് മെറ്റൽ സർഫസിലേക്ക് വരുന്നതും കൂടും. Even at very low light intensities, the photoelectric effect still occurs because the interaction is between one electron and one photon. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണും ഒരു ഫോട്ടോണും തമ്മിലാണ്. അതുകൊണ്ട് എത്ര കുറഞ്ഞ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആയാലും എന്തുണ്ടാവും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവും. ആസ് ലോങ് ആസ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ ഫോട്ടോൺ വിത്ത് ഇനഫ് എനർജി ടു ട്രാൻസ്ഫർ ഇറ്റ് ടു എ ബൗണ്ട് ഇലക്ട്രോൺ. അപ്പോൾ ബൗണ്ട് ഇലക്ട്രോണിന് എനർജി കൊടുക്കാൻ ഒരു ഫോട്ടോണിനെങ്കിലും ആവശ്യമായ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവും. സോ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ബൗണ്ട് ഇലക്ട്രോൺ ആണ്. ബൗണ്ട് ഇലക്ട്രോണിനായിരിക്കും ഈ ഫോട്ടോൺ എനർജി കൊടുക്കുക. അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ അതും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഫോർ എ ബൗണ്ട് ഇലക്ട്രോൺ.
Next is the only photons with a minimum amount of energy needed to eject an electron will do so, and then increasing the brightness increases the number of electrons ejected. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉള്ള ഫോട്ടോൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ വെച്ചിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് കാണാം കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സിൻസ് ഡിഫറെൻറ്റ് മെറ്റൽസ് ഹോൾഡ് ഓൺ ടു ദ ഇലക്ട്രോൺസ് മോർ ഓർ ലെസ് ടൈറ്റ്ലി, ഡിഫറെൻറ്റ് മെറ്റൽസ് റിക്വയർ ഡിഫറെൻറ്റ് മിനിമം എനർജീസ് ടു ഇജക്ട് ദോസ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ഓരോ മെറ്റൽസും ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, പല ത്രെഷോൾഡ് എനർജിയിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. മോർ ഓർ ലെസ് ടൈറ്റ്ലി അല്ലേ, ചിലത് വളരെ ടൈറ്റായിട്ടായിരിക്കും, ചിലത് അത്ര ടൈറ്റായിട്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് മെറ്റൽസ് ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് വേണം, ഈ മിനിമം എനർജി എന്ന് പറയുന്നത് വേരി ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഈസ് ദ മേജർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്. വൺ ഈസ് ദ ഫോട്ടോ കണ്ടക്ടിവിറ്റി. That is an increase in the electrical conductivity of a non-metallic solid when exposed to the non-electromagnetic radiation. Electromagnetic radiation എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണാം. ആരുടെ കണ്ടക്ടിവിറ്റിയാണ് കൂടുന്നതായിട്ട് കാണുന്നത്, നോൺ മെറ്റാലിക് സോളിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഫിനോമിനെയാണ് നമ്മൾ ഫോട്ടോ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ലിബറേറ്റഡ് ബൈ കൊലീഷൻ വിത്ത് ഫോട്ടോൺസ്. അപ്പോൾ ഫോട്ടോൺസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ധാരാളമായിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യും. അതുവഴി എന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഫോട്ടോ വോൾട്ടൈക്സ്. ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ട്രാവലിംഗ് ത്രൂ എ വാക്വം ടു ആൻ ആനോഡ്, ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ട്രാവൽസ് ത്രൂ ദ എമിറ്റിംഗ് മെറ്റീരിയൽ ടു എൻ്റർ എ സോൾഡ് ഇലക്ട്രോൺ. അപ്പോൾ സാധാരണ വാക്വം വഴി നമ്മൾ നേരത്തെ അപ്പാരറ്റസിൽ കണ്ട അങ്ങനെയാണ്, വാക്വം വഴി എങ്ങോട്ടാണ് പോകുന്നത്, ആനോഡിലോട്ടാണ് പോകുന്നത്, അല്ലെ ഫോട്ടോ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് പോവുക. പക്ഷേ അതിന് പകരം എന്ത് ചെയ്യും, ഇവിടെ അത് മെറ്റീരിയലിനകത്തൂടെ തന്നെ പോയിട്ട് ഒരു സോൾഡ് ഇലക്ട്രോഡിലേക്ക് പോകും. അപ്പോൾ ലീഡിങ് ടു ദ ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് റേഡിയൻ്റ് എനർജി ടു ദ ഇലക്ട്രിക്കൽ എനർജി. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, റേഡിയൻ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടൈക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ്. ദേ ആർ യൂസ്ഫുൾ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വെരി വീക്ക് ഒപ്റ്റിക്കൽ സിഗ്നൽസ്. വളരെ വീക്കായിട്ടുള്ള ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതും ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വഴിയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സാധാരണ ന്യൂക്ലിയർ ഡിറ്റക്ടേഴ്സിലും ആസ്ട്രോണമിയിലും ഒക്കെയാണ്. അപ്പോൾ ആസ്ട്രോണമിയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ ലൈറ്റൊക്കെ വരുന്ന സമയത്ത് അത് വളരെ ഫീബിളായിരിക്കും. അപ്പോൾ ആ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഫോട്ടോ സെൽസ്. ഫോട്ടോ സെൽ എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഇറ്റ് ഇസ് എ റെസിസ്റ്റർ ദാറ്റ് ചേഞ്ചസ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അത് റെസിസ്റ്ററാണ്. അപ്പോൾ ലൈറ്റ് ഫോളോ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു സെമി കണ്ടക്ടർ ഡിവൈസിനെയാണ് നമ്മൾ ഫോട്ടോ സെല്ലെന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ മേജർ ആപ്ലിക്കേഷൻസ്. So that is the end of the present lecture. Thank you.